അപ്പം പെന്തിക്കോസ് രീതി വന്നൊരു വിവാഹമായിരുന്നു. അതുകൊണ്ട് അതാണ് ഞാൻ എടുത്തോണ്ട് താലി കെട്ടിയ സൂചന. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണമല്ലോ. ഇത് 1 മാസം പോലും നിന്നിട്ടില്ല, ഒരാഴ്ച പോലും നിന്നിട്ടില്ലാത്ത ഈ ബന്ധം എന്തിനാണ് രജിസ്റ്റർ? നമസ്കാരം, കൊച്ചിക്കാരന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രണാസുനിയാണ്. അതായത് നമ്മുടെ രേണുസുതി, രേഷ്മ പി തങ്കച്ചൻ എന്നറിയപ്പെടുന്ന കലാകാരി. കണ്ടന്റിനൊന്നും ഒരു ക്ഷാമവുമില്ല. ഒരു ദിവസം തന്നെ 3-4 ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ ക്ഷീണിച്ച് നടക്കുകയാണ് നമ്മുടെ രേണുസുതി. അപ്പോൾ രേണുസുതിക്ക് കുറച്ച് നാളുകളായിട്ട് എനിക്ക് തോന്നുന്നു ഓർമ്മപ്പശക ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് മറവി രോഗം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറെ ഒന്നല്ല, ഈ ഓടി നടന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നത് കൊണ്ടാണോ അതോ വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ഈ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളല്ല ആ ഇന്റർവ്യൂവിൽ പോയി പറയുന്നത്. അതേപോലെ തന്നെ അവിടെ പറയുന്ന കാര്യങ്ങളല്ല ഇവിടെ പറയുന്നത്. ഈ 3 ഇന്റർവ്യൂവിലും അവതാരകൻ ചോദിക്കുന്നത് ഒരേ ചോദ്യങ്ങൾ, പക്ഷെ ചോദ്യരീതിക്ക് മാറുമ്പോൾ ഉത്തരങ്ങളും അപ്പാടങ്ങ് മാറണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ നരസിംഹം സിനിമയിൽ മമ്മൂട്ടി പറയുന്നത് പോലെ വലിയ ചന്ദനാദി എണ്ണ ബെസ്റ്റാണ്, ഓർമ്മശക്തി കൂട്ടും. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗജനി സിനിമയിൽ സൂര്യ ചെയ്യുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പച്ച കുത്തിവെക്കുന്നത് നന്നായിരിക്കും. ഓർത്തെടുക്കണ്ടേ കാര്യങ്ങൾ. ഒരുപാട് കാര്യങ്ങളിൽ എങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദിവസം ചെല്ലുന്തോറും. ഇങ്ങനെ വെറുപ്പിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലും തോറും ഇന്റർവ്യൂസ് തന്ന്. പക്ഷെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർക്ക് ചാകരയാണ്, അത് വേറെ കാര്യം. ഈ ഒരു ഇന്റർവ്യൂ ശല്യം തീരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ രേണുസുതി എങ്ങനെയെങ്കിലും ഈ പറയുന്ന ബിഗ് ബോസിനകത്തൊന്ന് കയറി പറ്റട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാലേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരത്തുള്ളൂ. അപ്പോൾ രേണുസുതി, അതേപോലെ തന്നെ മുൻ ഭർത്താവ് പാസ്റ്റർ ബിനു, ഈ ഒരു ടോപ്പിക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പൊക്കെ ചർച്ചാ വിഷയമായതാണ്. അന്നൊക്കെ രേണുസുതിൻ്റെ അടുത്ത് ഈ ഒരു പാസ്റ്റർ ബിനുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയാൻ സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഒതുക്കി വിടുമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി രേണുസുതിയുടെ. ആ ഇൻ്റർവ്യൂവിനകത്ത് രേണുസുതിയുടെ അടുത്ത് ഈ ഒരു അവതാരകൻ പാസ്റ്റർ ബിനുവിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് തള്ളി മാറ്റിയില്ല, കാര്യങ്ങളൊക്കെ പുറത്തോട്ടങ്ങ് വന്നു. എന്തായാലും നമുക്ക് രേണുസുതി പറഞ്ഞ വാക്കുകളൊന്ന് കേട്ടു നോക്കാം. ഞാൻ ആ പാസ്റ്റർ എന്ന് പറഞ്ഞ ഇതിനകത്ത് പ്രതിപാദിച്ച ആളെ അങ്ങനെയാണ് പറഞ്ഞത്. ആള് പാസ്റ്റർ ഒന്നുമല്ല. എനിക്ക് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അത് ഞാൻ സുധിച്ചേട്ടനും അറിയാം, എനിക്കും അറിയാം, ആൾക്കാർക്ക് അറിയാം. പക്ഷെ സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആളുടെ വാക്കിനെ മാനിച്ചാണ് ഞാൻ ഇതുവരെയായിട്ടും അത് പുറത്ത് പറയാതെ. ഇതുവരെ എന്നല്ല, എന്തിനാണ് പോട്ടെ, അവരുടെയൊക്കെ കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ലൈഫ് നമ്മുടെ കാര്യം. മുന്നിലോട്ടും പിന്നോട്ടും മനുഷ്യർക്ക് ലൈഫ് ഉണ്ടാവും, മനുഷ്യരാണ്. അപ്പൊ അത് നമ്മൾ ഇപ്പൊ ആൾക്ക് പോലും താല്പര്യമില്ല. അങ്ങനെ ഈ പ്രതിപാദിച്ച ആൾക്ക് പോലും താല്പര്യമില്ല. ആൾക്ക് ഒരു ഫാമിലി ഉണ്ട്, കുടുംബമുണ്ട്, ആളുടെ പേര് അതാണ്. അപ്പൊ ആൾ അങ്ങനെ ജീവിക്കുന്ന ആളുടെ ലൈഫിലോട്ട് നമ്മൾ എന്തിനാണ് വെറുതെ, ആവശ്യമില്ല. അപ്പൊ ഞങ്ങൾ സുധിച്ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ ഇനിയും പറയാണ്, സ്റ്റാർ മാജിക് ഷോയിൽ ഞാനത് പറയാൻ വേണ്ടി വന്നത് സുധിച്ചേട്ടനാണ് വിലക്കിയത്, പറയണ്ട. സുധിച്ചേട്ടന്റെ വീട്ടുകാർക്ക് അറിയാം, എന്റെ വീട്ടുകാർ. അത് പെന്തിക്കോസ്തിന്റെ ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു. വിവാഹം ആയതുകൊണ്ടാണ് പാസ്റ്റർ എന്ന് ഈ ആൾക്കാർ കമന്റ് വന്നത്. പാസ്റ്റർ ഒന്നും അല്ല. അപ്പോ ഈ ഒരു കാര്യം എന്തുകൊണ്ട് മുന്നത്തെ ഇന്റർവ്യൂകളിൽ പറഞ്ഞില്ല? അതാണ് ചോദ്യം. അത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടാവത്തില്ലായിരുന്നു. ഇതിൽ തന്നെ പറയുന്നുണ്ട്, സുധിച്ചേട്ടൻ എന്ന് പറയുന്ന ഹസ്ബൻഡ്, അതായത് മുന്നേ ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് രേണുയുടെ വായിൽ നിന്ന് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ രേണുസുതി അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഈ ഒരു കാര്യത്തിനെ ചൊല്ലി ഇത്രയും വിഷയം ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ എവിടെയൊക്കെ നാറി, എങ്ങനെയൊക്കെ നാറി, ആളുകൾ ചകഞ്ഞ് പോയില്ലേ? ഇത് അന്നേ സമ്മതിച്ചാൽ പോരായിരുന്നോ? എനിക്കിങ്ങനെ ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, ആ ഒരു ബന്ധം തുടരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡിവോഴ്സായി, അതിനുശേഷം ഞാൻ നമ്മുടെ സുധിച്ചേട്ടനെ കല്യാണം കഴിച്ച് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനെന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത്? ആളുകളെ വെല്ലുവിളിക്കുന്നു, കുറെ നാടകങ്ങൾ. ഇപ്പം എന്തായി? വായിൽ നിന്ന് തന്നെ പുറത്തു വന്നില്ലേ? എനിക്ക് തോന്നുന്നു ഇതൊക്കെ ബിഗ് ബോസിൽ പറയാൻ വെച്ചിരുന്ന കാര്യങ്ങളാണ്. ഇനി ബിഗ് ബോസിൽ വരുമ്പോൾ ഇതിനെയും വെല്ലുന്ന കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഇനി കണ്ടറിയണം. എന്തായാലും ബാക്കി കൂടി കേട്ടു നോക്കാം. അപ്പൊ പെന്തിക്കോസ് രീതി വന്നൊരു വിവാഹമായിരുന്നു. അതുകൊണ്ട് അതാണ് ഞാൻ എടുത്തോണ്ട് താലി കെട്ടിയ സൂചന. പെന്തിക്കോസ് താലി കെട്ടില്ല, കള്ളത്തരം പറഞ്ഞിട്ടില്ല. ശിബിന് മനസ്സിലായി. അപ്പോ പെന്തക്കോസ്ത് ആചാരപ്രകാരമായിരുന്നു അപ്പൊ നമ്മുടെ പാസ്റ്റർ ബിനും അതേപോലെ തന്നെ നമ്മുടെ രേണുസുതിയുമായിട്ടുള്ള വിവാഹം. അപ്പോൾ രേണുസുതിക്ക് ഈ ഒരു വിവാഹം എന്താ പറയുക, അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം അതിന് താലി കെട്ടില്ലല്ലോ. താലി കെട്ടിയിട്ടുള്ളത് ആണെങ്കിൽ സുധിച്ചേട്ടനാണ്. രേണുവിൻ്റെ കഴുത്തിൽ സുധിച്ചേട്ടനാണ് താലി കെട്ടിയിട്ടുള്ളത്. അതേപോലെ തന്നെ ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവാഹവും ഈ പറയുന്ന സുധിച്ചേട്ടനും രേണുവും തമ്മിലുള്ള വിവാഹത്തിനാണ് ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്.
പെന്തക്കോസ്ത് ആചാരപ്രകാരം നടന്നിട്ടുള്ള ഈ ഒരു വിവാഹത്തിന് താലികെട്ടില്ല. അതുകൊണ്ട് രേണുസുതി അതൊരു കല്യാണമായിട്ട് അംഗീകരിച്ചിട്ടില്ല. രേണുസുതി എന്തൊക്കെ മണ്ടത്തരാണ് ഈ വിളിച്ചു പറയുന്നത്, എന്ത് പോഴത്തരമാണ്. ഓരോരോ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെതായ ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ പെന്തക്കോസ്തിൽ വിവാഹം നടക്കുന്നത് അങ്ങനെയായിരിക്കാം, അവർ താലി ഉപയോഗിക്കുന്നുണ്ടാവില്ലായിരിക്കാം, ഹിന്ദുക്കളിൽ താലി ഉപയോഗിക്കുന്നുണ്ടാവാം എന്ന് കരുതിയിട്ട് പെന്തക്കോസ്തുകാർ താലി കെട്ടണമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? എന്തൊക്കെ പോഴത്തരമാണ് രേണു വിളിച്ച് പറയുന്നത്. ആദ്യ ഭർത്താവ് പാസ്റ്റർ ബിനു തന്നെയാണ്, അത് രേണുസുതി സമ്മതിച്ചേ പറ്റൂ. എന്തായാലും ബാക്കി കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. പിന്നെ അടുത്തത്, കല്യാണം കഴിഞ്ഞാൽ എന്തായാലും രജിസ്റ്റർ ചെയ്യണമല്ലോ. അല്ല, എങ്ങനെയാണ് ഞാൻ പറയുന്നത് കേൾക്കും. അതൊരു ആലോചന വന്നത്. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ, ഞാൻ പറഞ്ഞതിന്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് തന്നോട്ടെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണമല്ലോ. പക്ഷെ അങ്ങനെ ഒരു സംഭവം, രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു മാസമൊക്കെ നിന്നിട്ടായിരിക്കും കല്യാണം, പുതുമോടിയൊക്കെ കഴിഞ്ഞിട്ടാണ് 2 മാസം ആകുമ്പോഴായിരിക്കും രജിസ്റ്റർ. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്, കേട്ടിട്ടുള്ളത് അങ്ങനെ. ഇത് 1 മാസം പോലും നിന്നിട്ടില്ല, ഒരാഴ്ച പോലും നിന്നിട്ടില്ലാത്ത ഈ ബന്ധം എന്തിനാണ് രജിസ്റ്റർ? അത് വേണ്ട, അത് കഴിഞ്ഞ കാര്യമാണ്. എനിക്കും ഒരു ബന്ധമില്ല, ആൾക്കും ഒരു ബന്ധമില്ല, കഴിഞ്ഞ കാര്യമാണ്. അതൊരു ആലോചന വന്നതാണ്. എന്റെ പൊന്നു പെണ്ണുമ്പിള്ള, ഈ 1 മാസം നിന്നാലും 1 ദിവസം നിന്നാലും അദ്ദേഹം നിങ്ങളുടെ ഭർത്താവാണ്, മുൻ ഭർത്താവാണ്. അതായത് പെന്തക്കോസ്ത് ആചാരപ്രകാരം പള്ളിയിൽ വെച്ച് വിവാഹം കഴിഞ്ഞു. നിങ്ങള് എന്താ പറയാ, മുൻ ഭർത്താവാണ് പാസ്റ്റർ ബിനു. വലിയ അലങ്കാരമൊന്നും വേണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഈ പറയുന്നത് പോലെ കല്യാണം കഴിഞ്ഞ് 1 ദിവസം താമസിച്ചാലും, അതേപോലെ തന്നെ 1 ആഴ്ച താമസിച്ചാലും, 1 മാസം താമസിച്ചാലും ഭാര്യ ഭർത്താവ് ബന്ധം അത് അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ എന്തൊക്കെയാണ് ഈ വിളിച്ചു കൂവുന്നത്? മനസ്സിലാവുന്നില്ല രേണു. പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വന്ന് വിളമ്പല്ലേ. മുൻ ഭർത്താവാണെന്ന് അംഗീകരിക്കാൻ കഴിയുന്നില്ല, അത്രേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ യോജിച്ച് പോകുന്നില്ല, അത്ര ഉള്ള കാര്യം. അതങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി. എന്തിനാ ഇങ്ങനെ കിടന്ന് മെഴുകുന്നത്? ചാണകുട്ട് മെഴുകുന്നത് എന്തിനാണ് രേണു? എന്തായാലും ബാക്കി കൂടി കേട്ടു നോക്കാം. ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ബിനു എന്ന് പറയുന്ന വ്യക്തി ചേച്ചിയുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു മാസം പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് പറയാം, കാരണം ആരോപണങ്ങൾ വന്നതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. അപ്പോ അതാണ് വാസ്തവം. ആരോപണങ്ങൾ വന്നതുകൊണ്ട്, ആരോപണങ്ങൾ വന്ന സമയത്തൊക്കെ രേണു തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പൊ എന്ത് പറ്റിയെന്നറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓർമ്മശക്തി കുറവുണ്ട്. എവിടെ എന്ത് പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ ഓർമ്മശക്തി കുറവുണ്ട്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് ഇഷ്യൂ എന്ന് പറയുന്നത് വീടാണല്ലോ. ആ ഒരു ഇതിലേക്ക് പോയപ്പോൾ രേണു ഈ കാര്യങ്ങളൊക്കെ മറന്നുപോയി, പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയി എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് വായന്ന് വീണ് പോയിട്ടുണ്ട്. അതാണ് സംഭവിച്ചിട്ടുള്ളത്. സുചേട്ടന്റെ കല്യാണം കഴിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്ത് താലിയും കെട്ടി, സുചേട്ടൻ മോതിരം ഇട്ടതാണ്. സുധിച്ചേട്ടൻ അപ്പൊ താലി കെട്ടി മോതിരം ഇട്ട് രജിസ്റ്ററും ചെയ്ത് അല്ലേ? അതിനെയാണ് രേണു ഒരു കല്യാണമായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. അപ്പൊ ഈ പെന്തക്കോസ്ത് ആചാരപ്രകാരം നടക്കുന്ന വിവാഹങ്ങളൊന്നും ഒരു വിവാഹമായിട്ട് അംഗീകരിക്കുന്നില്ലേ രേണു? തുറന്നു പറഞ്ഞാൽ കൊള്ളാം. കാരണം രേണു ഇവിടെ ആക്ഷേപിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റിയാണ്. എന്താ പറയാ, കൈവിട്ടായതും വാവിട്ട വാക്കും കേട്ടിട്ടില്ലേ, തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. രേണു ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് രേണു പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ട് പെന്തക്കോസ്ത് ആചാരപ്രകാരം നടന്നിട്ടുള്ള വിവാഹം അംഗീകരിക്കുന്നില്ല രേണു? താലി കെട്ടിയാൽ മാത്രമേ വിവാഹം നടക്കുന്നുള്ളൂ? അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വിവാഹം നടക്കുന്നുള്ളൂ? അതല്ല മോതിരം ഇട്ടാൽ മാത്രമേ വിവാഹം നടക്കുന്നുള്ളൂ? ഓരോരോ കമ്മ്യൂണിറ്റിയിൽ അതിൻ്റെതായ ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിനനുസരിച്ചാണ് വിവാഹങ്ങളും ചടങ്ങുകളൊക്കെ നടക്കുന്നത്. ഇപ്പം എക്സാമ്പിൾ, കേരളത്തിൽ നടക്കുന്ന ഒരു ഹിന്ദു വിവാഹം കേരളത്തിൽ നടക്കുന്നത് പോലെ ആവില്ല തമിഴ്നാട്ടിൽ നടക്കുന്നത്, അതേപോലെ ആവില്ല കർണാടകയിൽ നടക്കുന്നത്. ആചാരങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? ഈ ബേസിക് എന്ന് പറയുന്നത് താലിയാണ്. ഓക്കെ, എന്തിനധികം പറയണത്, ഈ ഹിന്ദു കമ്മ്യൂണിറ്റി തന്നെ ബ്രാഹ്മിൻസ് ഉണ്ട്. അതിൽ വേളി എന്നൊരു ചടങ്ങാണ്. അതിൽ താലി കെട്ടി കൊടുക്കുന്നത്, അച്ഛൻ്റെ മടിയിൽ മകൾ ഇരുന്നിട്ട് മകൾക്ക് താലി കെട്ടി കൊടുക്കുന്ന അച്ഛനാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഓരോ കമ്മ്യൂണിറ്റിയിലും അതിൻ്റെതായ ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ പെന്തക്കോസ്ത് ആചാരപ്രകാരം നടന്നിട്ടുള്ളത്, ഈ പെന്തക്കോസ്ത് ആചാരപ്രകാരം എനിക്ക് തോന്നുന്നു കൈപിടിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നത്. അപ്പോൾ ഈ പെന്തക്കോസ്ത് ആചാരപ്രകാരം അങ്ങനെയാണ് വിവാഹം നടന്നിട്ടുള്ളതെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റൂ രേണു. ഈ പെന്തക്കോസ്ത് ആചാരപ്രകാരം വിവാഹത്തിനെ കുറിച്ച് ആർക്കെങ്കിലും കൂടുതലായിട്ട് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ബാക്കിയും കൂടി കേട്ടു നോക്കാം. 1 മാസത്തിന് താഴെ മാത്രം ജീവിച്ചു, താല്പര്യമില്ല, മാറി, അത്രേ ഉള്ളൂ. അതാണ് സംഭവിച്ചത്. ഏതൊരു എന്താ പറയാ, ഏതൊരു വേർപിരിയലിന്റെയും ഭാഗമായിട്ട് വേർപിരിഞ്ഞു ഒന്നുമില്ല, പോയി. അത് ലീഗലി വിവാഹം കഴിച്ചിട്ടില്ലല്ലോ അല്ലേ? അതല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഒരു പള്ളിയിൽ വിവാഹം ചെയ്ത നമ്മൾ രജിസ്റ്റർ മാരേജ് ഒരാഴ്ചക്കുള്ളിൽ ചെയ്യണം, ഭാര്യയും ഭർത്താവും. പക്ഷെ അതുപോലും ഇല്ല. പള്ളിയിൽ പെന്തിക്കോസ്ത് പള്ളിയിൽ ഒപ്പിടണമായിരുന്നു. അപ്പം
കൈ പിടിക്കാന്നാണ് വിവാഹം എന്ന് പറയുന്നത് ഇവരുടെ കൈ. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഒപ്പിടുന്ന ഭർത്താവിന്റെ പേരാണ്. ഞാൻ എന്റെ ഇവിടെ ഈ സംശയമുള്ളവർ ചെന്ന് പള്ളിയിൽ ചെന്ന് ചോദിച്ചോളൂ, നോക്കിക്കോളൂ. ഞാൻ എന്റെ പപ്പായുടെ പേര് തന്നെയാണ് ഇട്ടത്. എനിക്കറിയായിരുന്നു ഈ ബന്ധം നിലനിൽക്കത്തില്ലെന്ന്. എനിക്ക് നേരത്തെ അറിയായിരുന്നു, പുള്ളിക്കും അറിയാമെന്ന് തോന്നുന്നു. സെറ്റ് ആകത്തില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ വേണ്ടെന്ന് വെച്ചു. ഏജ് ഡിഫറൻറ്റ് കുറെ ആയിരുന്നു. പക്ഷെ അത് കുറെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ. അപ്പൊ രേണു, എന്റെ ഒരു ചോദ്യം വെച്ചാൽ രേണുവിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ പിന്നെ എന്തിനീ കല്യാണത്തിന് സമ്മതിച്ചു? ഈ പറയുന്ന ബിനുവിന്റെ ജീവിതവും കൂടി അത് രണ്ടാം ഘട്ടാക്കി മാറ്റിയില്ലേ രേണു? കാരണം താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ല എന്ന് ആദ്യമേ പറയണമായിരുന്നു. വെറുതെ ചെലവ് കൂട്ടാനോ? അത് മാത്രമല്ല, ഈ ഒരു മനുഷ്യനെ രണ്ടാം ഘട്ടാക്കി. കല്യാണം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാലും അത് രണ്ടാം ഘട്ടമാണ്. രേണു അത് മനസ്സിലാക്കണം. ഇപ്പോൾ രേണുവിന് എല്ലാം സിമ്പിളാണ്. ഇപ്പോൾ നല്ലൊരു ജീവിതം, സുഖം, സുന്ദരം അല്ലേ? എന്താണ് രേണു ഇത് കേട്ടിട്ട്? സത്യം പറഞ്ഞ എന്തോ വാക്കുകളില്ല പറയാനായിട്ട്. തന്നോട് എന്ത് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാക്കാൻ കഴിയും? വീണ എസ് പിള്ള എന്ന് പറയുന്ന ആ സ്ത്രീയെ ചേച്ചിക്ക് അറിയില്ല. അത് തന്നെയാണ് ചേച്ചിയുടെ ഉത്തരവ്. തന്നെയാണ്. ഒരു കാരണവശാലും അറിയില്ല. എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല. സംസാരിച്ചിട്ട് പോലുമില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു വ്യക്തിയെ അറിയത്തില്ല. മെസ്സേജ് പണ്ട് മെസ്സഞ്ചറിലൊക്കെ അയച്ചിട്ടുണ്ട് അവര്. അറിയത്തില്ല നമുക്കൊരു വ്യക്തി. ചേച്ചി ഞാൻ ക്ലാരിറ്റി തരാം. അതായത് ഞാനിപ്പോ പറഞ്ഞ ഈ വീണ എസ് പിള്ള എന്ന് പറയുന്ന സുധിച്ചേട്ടന്റെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീ, അതിനെനിക്കും ക്ലിയർ ആയിട്ട് ഉത്തരമില്ലാത്തതിനാൽ ഞാൻ അങ്ങനെ തന്നെ പറയാം. അവകാശപ്പെടുന്ന സ്ത്രീയെ അറിയത്തില്ല എന്നാണ്. ഞാൻ പൂർത്തീകരിച്ചിട്ട് അറിയത്തില്ല എന്നാണ് ചേച്ചി പറഞ്ഞ. ക്ലിയർ കേട്ടോടെ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നീട് ചേച്ചി പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് അയച്ചേക്കുവാണ് മെസ്സഞ്ചറിൽ. അവർ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ അന്നേരം തന്നെ സൂചിച്ചേട്ടനോട് കാര്യം പറഞ്ഞു. സൂചിച്ചേട്ടൻ പറഞ്ഞു മേലെ അവർക്കൊന്ന് മെസ്സേജ് അയച്ചേക്കൽ ബ്ലോക്ക് ചെയ്യുക. അന്നേരം ബ്ലോക്ക് ചെയ്യില്ലേ? അത് 2-3 വർഷം മുന്നെയാണ്. അതാ അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, അറിയുക എന്ന് പറഞ്ഞ അവരെ പൂർണ്ണമായിട്ട് അറിയാം. എനിക്ക് നേരിട്ട് അവരെ അറിയാമോ? എന്തിനാണ് സൂചിച്ചേട്ടന്റെ പഴയ ലൈഫിനെ പറ്റി ഞാൻ ചെയ്യുന്നത്? അപ്പോ സുധിയുടെ ലൈഫിനെ പറ്റി, സുധിയുടെ മുൻകാല ലൈഫിനെ പറ്റി രേണുവിന് ഒന്നും അറിയാൻ പാടില്ല. അതല്ലെങ്കിൽ രേണു ഇത് എന്താ പറയുക, കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ. ഇപ്പോ മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രേണു സമ്മതിക്കത്തില്ല. രേണു അത് കണ്ട് മനസ്സിലാക്കിയാലേ രേണു സമ്മതിക്കത്തുള്ളൂ. രേണുവിന്റെ മുൻകാല ജീവിതം കാര്യങ്ങളൊക്കെ ഈ സുധിയോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുധിയും തിരിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ വീണ എസ് പിള്ളയെ രേണുവിന് അറിയത്തേയില്ല. കൈമലർത്തുകയാണ്. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനിയും പുതിയ ടോപ്പിക്കുമായിട്ട് വരികയാണ്. കാരണം ദിവസം ചെല്ലുന്തോറും രേണു ടോപ്പിക്കുകൾ ഇങ്ങനെ വാരി വിതറുകയാണല്ലോ. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ടോപ്പിക്കുമായിട്ട് എത്തുന്നതാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.